എല്ലാവർക്കും റിംസ് അക്കാഡമിയുടെ ഇന്നത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ നമ്പർ തിയറി ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ്. നമ്പർ തിയറി ആൻഡ് ഓൾജിബ്രയാണ്. അതിലെ ഒരു ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ക്ലാസ്സിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ആപ്പിന്റെ ലിങ്കിൽ കയറി എക്സാംസ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ പെയ്ഡ് എക്സാം സീരീസിനകത്ത് 30 മേളിൽ എക്സാംസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം എടുക്കാറാകുമ്പോഴേക്കും നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഡിവിസിബിലിറ്റി 9ന്റെ ഡിവിസിബിലിറ്റി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം അല്ലെ. എന്തായിരുന്നു 9ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ നമ്പേഴ്സ് അല്ലെ. സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയിൽ സം എന്ത് വരും? 4 3 7 7 2 9 10 ആണ്. 10 എന്ന് പറയുന്നത് നോട്ട് ഡിവിസിബിൾ ബൈ 9 ആണ് അല്ലെ. നോട്ട് ഡിവിസിബിൾ ബൈ 9 ആണ്. സോ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബിയോ 8 2 10 15 18 ആണ് വരുന്നത്. 18 എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ ബൈ 9 ആണ്. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ഇനി ഓപ്ഷൻ സി നോക്കി 9 10 15 19 ആണ് വരുന്നത്. 19 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിവിസിബിൾ ബൈ 9 ആണ്. സോ ഓപ്ഷൻ സിയും എന്തല്ല? ഡിവിസിബിൾ അല്ല. ഓപ്ഷൻ ഡിയോ 4 2 6 6 3 9 9 1 10 ആണ്. 10 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിവിസിബിൾ ബൈ 9 ആണ്. സോ അതും എന്തായിരിക്കില്ല? ഡിവിസിബിൾ അല്ല. ഇവിടെ ഏത് മാത്രമേ ട്രൂ ആകുള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ട്രൂ ആകുള്ളൂ. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് 3യുടെ ഡിവിസിബിലിറ്റി, അതുപോലെ 5ന്റെ ഡിവിസിബിലിറ്റി, 7 9 11 30 ഇങ്ങനെയുള്ള ഇത്രയും നമ്പറുകളുടെ ഡിവിസിബിലിറ്റി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് അവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 180s. അപ്പൊ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഡയറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? 180നെ ഡിവൈഡ് ചെയ്ത് പോകണം അല്ലെ. ഞാൻ 180നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര വരും? 90 വന്നു. അഗൈൻ 2 വെച്ച് ചെയ്തു. അപ്പൊ എത്ര വന്നു? 45 വന്നു. ദെൻ 45നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 9 വന്നു. അഗൈൻ 9നെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 3 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് 3 എന്ന് കിട്ടി. അതായത് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 അല്ലെ. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ആയിരിക്കും നമുക്ക് പ്രൈം ഫാക്ടറൈസേഷനിൽ കിട്ടുന്നത്. ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? 3 സ്ക്വയർ 2 സ്ക്വയർ 5. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു പോകുക, അല്ലെങ്കിൽ ഓപ്ഷൻ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ എന്ത് വരും? 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 5 9 ഇൻറ്റു 5 45 45 ഇൻറ്റു 4 180. ഇതൊരു പ്രൈം ഫാക്ടറൈസേഷൻ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ആണെന്ന് കറക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇതിനെ ഓപ്ഷൻസിന് മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്ഷൻസ് വെരിഫൈ ചെയ്താണെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ദ GCD ഓഫ് 48 ആൻഡ് 180s. അപ്പൊ നമ്മളോട് ഇവിടെ GCD ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് GCD ചെയ്യുന്നത് എങ്ങനെയാണ്? യൂക്ലിഡിയൻ അൽഗോരിതം വെച്ചാണ് നമ്മൾ GCD കണ്ടുപിടിക്കുന്നത്. എങ്ങനെയായിരുന്നു? 180നെ നമ്മൾ 48 വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലെ. 180നെ 48 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇത് എത്ര വരും? 144 അല്ലെ. 144 3 വരും. ബാലൻസ് എത്ര വരും? 10 4 പോയ 6 7 4 പോയ 3 36 എന്ന് വരും. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 180നെ നമുക്ക് 48 ഇൻറ്റു 3 പ്ലസ് 36 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 48നെയും 36നെയും ഡിവൈഡ് ചെയ്യണം അല്ലെ. സോ നമ്മൾ 48നെ 36 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 36 1 എന്ത് വരും? 8 6 പോയാൽ എത്ര വരും? 8 6 പോയാൽ 2 4 3 പോയാൽ 1 12 എന്ന് വരും അല്ലെ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 48 ഈക്വൽ ടു എന്തെന്ന് വരും? 36 ഇൻറ്റു 1 പ്ലസ് 12 എന്ന് എഴുതാം അല്ലെ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ 36നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് 36 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 36 3 എന്ന് വരും. അതായത് 0 ആണ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 36നെ 12 ഇൻറ്റു 3 പ്ലസ് 0 എന്ന് കിട്ടാം. അപ്പം ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ഏതാണോ അതായിരിക്കും എന്ത്? GCD എന്ന് പറയുന്നത്. സോ ഇവിടെ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ എത്രയാണ് വന്നിരിക്കുന്നത്? 12 ആണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഏതൊരു നമ്പർ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് GCD കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാവുന്നത് എങ്ങനെയാണ്? യൂക്ലിഡിയൻ അൽഗോരിതം വെച്ചാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ 96ന്റെയും 42ന്റെയും ആണ് നമ്മളോട് GCD ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് 96നെ നമുക്ക് 42 വെച്ച് ഡിവൈഡ് ചെയ്യുക. 96നെ 42 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 40 40 84 2 എന്ന് വരും അല്ലെ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 96നെ 42 ഇൻറ്റു 2 പ്ലസ് റിമൈൻഡർ എത്ര വരും നോക്കിയേ? 96 12 വരും അല്ലെ. 12 വരും. സോ റിമൈൻഡർ 12 വന്നു.
എന്നിട്ട് എന്ത് ചെയ്യണം, 42നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും, 42നെ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ 10 36 എന്ന് വരും. 36 എന്ന് പറയുമ്പോൾ 3 വരും. റിമൈൻഡർ എത്ര വരും, റിമൈൻഡർ എന്ന് പറയുന്നത് 6 ആണ്. സോ നമുക്ക് 42നെ എങ്ങനെ എഴുതാൻ പറ്റും, 42നെ 12 ഇൻറ്റു 3 പ്ലസ് 6 എന്ന് എഴുതാം അല്ലെ, 12 ഇൻറ്റു 3 പ്ലസ് 6 എന്ന് എഴുതാം. ഇനി ഏതാണ് ആ 12നെ അല്ലെ, 12നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും, 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 12 ഈക്വൽ ടു 6 ഇൻറ്റു 2 പ്ലസ് 0 എന്ന് എഴുതാം. അതായത് ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. അതായിരിക്കും എന്ത്, GCD എന്ന് പറയുന്നത്. അപ്പൊ GCD കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും ശരിക്കും എളുപ്പം. അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഓരോ പ്രോബ്ലംസ് കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പറയാനായിട്ട് പറ്റും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിലും എളുപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് LCM ഓഫ് 12 ആൻഡ് 18. LCM ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ LCM കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വേണമെങ്കിൽ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 12 ഈക്വൽ ടു എങ്ങനെ വരും, 6 ഇൻറ്റു 2 എന്ന് എഴുതാം. അതായത് 6നെ നമുക്ക് അഗൈൻ എന്തെന്ന് എഴുതാം, 3 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓർ നമുക്ക് എങ്ങനെ വരും, 2 സ്ക്വയർ ഇൻറ്റു 3 റേസ്റ്റ് 1 എന്ന് വരും, 12 അല്ലെ. അതുപോലെ 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ഇൻറ്റു 3 ആണ്. ഓർ 6നെ നമുക്ക് 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് വരും. അതായത് 2 റേസ്റ്റ് 1 ഇൻറ്റു എന്തെന്ന് വരും, 3 സ്ക്വയർ എന്ന് വരും. സോ 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, 2 റേസ്റ്റ് 2 ഇൻറ്റു 3 റേസ്റ്റ് 1 എന്ന് കിട്ടി. 18നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, 2 റേസ്റ്റ് 1 ഇൻറ്റു 3 സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതിന്റെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും, LCM എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ 2ന്റെ ഹയസ്റ്റ് പവറുകൾ ഏതാണ്, ഇവിടെ 2 സ്ക്വയർ ആണ്, 2 റേസ്റ്റ് 1 ആണ്. സോ 2ന്റെ ഹയസ്റ്റ് പവർ ആയ 2 സ്ക്വയർ എടുത്തു. ഇനി 3ന്റെ ഹയസ്റ്റ് പവർ എത്രയാണ്, 3ന്റെ ഇവിടെ 3 പവർ 1 ആണ്, ഇവിടെ 3 സ്ക്വയർ ആണ്. സോ നമുക്ക് ഏതെടുക്കാം, 3 സ്ക്വയർ എന്ന് എടുക്കാം. സോ LCM എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2 സ്ക്വയർ 4 ഇൻറ്റു 3 സ്ക്വയർ 9 വിച്ച് ഇസ് ഇക്വൽ ടു എത്ര എന്ന് കിട്ടും, നമുക്ക് 36 എന്ന് കിട്ടും. സോ ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് ഏത് നമ്പർ ആണെങ്കിലും അങ്ങനെ നോക്കുക. ഇപ്പൊ നമുക്ക് ഒരു 32ഉം അതുപോലെ തന്നെ 12ഉം ആണെന്ന് വെച്ചോ, 32ഉം 12ഉം ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് 32നെ എങ്ങനെ എഴുതാം, നമുക്ക് 32നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് 16 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലെ. അതായത് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 റേസ് ടു 4 ആണ്, 2 റേസ് ടു 6 വന്നു അല്ലെ. 32 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 6 ആണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ. 12 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി നമ്മൾ എഴുതി എത്രയാണ്, 2 സ്ക്വയർ ഇൻറ്റു 3 റേസ് ടു 1 ആണ്. സോ ഇതിന്റെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഏതൊക്കെ പ്രൈമുകളാണ് ഉള്ളത്, 2 ഉണ്ട് 3 ഉണ്ട്. 2ന്റെ ഹയസ്റ്റ് എത്രയാണ് വന്നിരിക്കുന്നത്, 2 റേസ് ടു 6 ആണ് വന്നിരിക്കുന്നത്. സോ LCM ഈക്വൽ ടു എന്ത് വരും, 2 റേസ് ടു 6 ഇൻറ്റു പിന്നെ ഏതാണ്, 3യുടെ ഹയസ്റ്റ് പവർ വന്നിരിക്കുന്നത് ഏതാണ്, 3 ആണ്. സോ നമുക്ക് എത്രയാണെന്ന് എഴുതാം, 2 റേസ് ടു 6 32 ഇൻറ്റു 3 30 96 ആയിരിക്കും ഏതിന്റെ LCM എന്ന് പറയുന്നത്, 32ന്റെയും 12ന്റെയും LCM എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ LCM-ഉം GCD-യും ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം GCD ഓഫ് 252 ആൻഡ് 105 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. എങ്ങനെയാണ്, 252നെ ഞാൻ 105 വെച്ച് ഡിവൈഡ് ചെയ്യുവാണ് അല്ലെ. 105 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും, 2 വരും, 110 അല്ലെ 210 എന്ന് വരും അല്ലെ, 210 എന്ന് വരും. ബാലൻസ് എത്രയുണ്ട്, 42 ഉണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം, 252നെ 105 ഇൻറ്റു 2 പ്ലസ് 42 എന്ന് എഴുതാം അല്ലെ. എഗെയിൻ ഇനി എന്ത് ചെയ്യണം, 105നെ 42 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ. 105നെ ഞാൻ 42 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്ര വരും, 40 40 80 84 എന്ന് വരും അല്ലെ. 84 84 എന്ന് പറയുമ്പോൾ എത്ര വരും, 5 4 പോയ 1, 10 8 പോയ 2 21. സോ ഇവിടെ 2 വന്നു. അപ്പൊ നമുക്ക് 105നെ എങ്ങനെ എഴുതാൻ പറ്റും, 105 ഈക്വൽ ടു 42 ഇൻറ്റു 2 പ്ലസ് 21 എന്ന് എഴുതി അല്ലെ. ഇനി നോക്കി, 42നെ 21 വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് ഡയറക്റ്റ് ആണല്ലോ. 42 എന്ന് പറഞ്ഞാൽ എന്താണ്, 21 ഇൻറ്റു 2 പ്ലസ് 0 ആണ്. സോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്, 21 ആണ്. സോ ഓപ്ഷൻ A ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ യൂക്ലിഡിയൻ അൽഗോരിതം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും ആ പ്രോബ്ലം ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 2 റേസ് ടു 100. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷെ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. 2 റേസ് ടു 100 നമുക്കറിയാം. 2 റേസ് ടു 1ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 2 ആണ്. 2 സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 4 ആണ്. 2 ക്യൂബിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 2 ക്യൂബ് 8 ആണ്. 2 റേസ് ടു 4ന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 16 ദാറ്റ് ഈസ് 6 ആണ്. 2 റേസ് ടു 5 വരുമ്പോൾ എത്ര വരും, 32 വരും, 2 എന്ന് വരും. അതായത് ഇങ്ങനെയായിരിക്കും ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ. 2 4 8 6 എന്നായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു നമ്പറിനെ പവറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ
4ന്റെ ഡിവിസിബിൾ ആയിട്ട് വരുവാണെങ്കിൽ അല്ലെ, അതായത് 2⁴ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 6 ആണ്. 2⁸ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. 2⁴ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 6 ആയിരിക്കും. അതായത് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 ആയിരിക്കും വരുന്നത്. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 2⁴ ആണ്. 2⁴ എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ ബൈ 100 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലെ, ഡിവിസിബിൾ ബൈ 4 ആണ്. അതുകൊണ്ട് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ 2⁴101 ആയിരുന്നെങ്കിലോ, 101 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 101നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ അവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 2⁴102 ആണെങ്കിലോ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. സോ അവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? 4 ആയിരിക്കും വരുന്നത്. ഇങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ എക്സാംസിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതും അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.